നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറൂഖ്, അരക്കിണർ, പന്തീരങ്കാവ്. കിഞ്ചന വർത്തമാനം. രചന സി കൃഷ്ണകുമാർ. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറൂഖ്, അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്. ഫറോക്കിൽ നിന്നും വിശ്വാസ്യതയുടെ നക്ഷത്രത്തിലക്കവുമായി തുടക്കം കുറിച്ച് പന്തീരാങ്കാവിലും അരക്കിണറിലും ജനഹൃദയങ്ങൾ കീഴടക്കിയ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ്. വെൽക്കം, ഹാർട്ടി വെൽക്കം ടു ലാലീസ് ചാറ്റ് ഷോ. ഈ ദിവസത്തിനായി നിങ്ങൾ കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം. അവരവരുടെ ഫീൽഡിൽ വിജയം കൈവരിച്ചവരെ കുറിച്ചുള്ള ഈ പരിപാടിയിൽ ഇന്ന് ചാനൽ എക്സ് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു ഹോട്ടൽ രംഗത്തെ സൂപ്പർ സ്റ്റാറായ സിദ്ധാർത്ഥൻ MA. ഒരു നല്ല കൈഡി കൊടുത്തേ. അദ്ദേഹവുമായി സംസാരിക്കുന്നത് വളർന്നുവരുന്ന ഭാവിയിലെ ബിസിനസ് സ്റ്റാർ ആവാൻ പോകുന്ന യദു കൃഷ്ണ. വെൽക്കം. Give them a big round of applause. വരൂ സർ, ഇരിക്കൂ. സിദ്ധാർത്ഥൻ സർ ഈ എക്സിക്യൂട്ടീവ് ചെയറിൽ, യദു സർ ദാ അതിനടുത്തുള്ള നോൺ എക്സിക്യൂട്ടീവ് ചെയറിൽ. എല്ലാ പ്രേക്ഷകർക്കും എന്റെയും എന്റെ ഗ്രൂപ്പ് ഹോട്ടലുകളുടെയും പേരിൽ നന്ദി അറിയിക്കുന്നു. നിങ്ങൾക്ക് ഫ്രീ ആയി എന്ത് കാര്യവും എന്നോട് ചോദിക്കാം. ഈ ഇന്റർവ്യൂ കഴിയുന്നതോടെ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവര് ഏറ്റവും നല്ല സംരംഭകരായി തീരണമെന്നാണ് എന്റെ ആഗ്രഹം. തീർച്ചയായും സർ. സാറിന്റെ ഈ നല്ല വാക്കുകൾക്ക് ഒരു നല്ല കൈയ്യടി കൊടുത്തേ. അപ്പോ യദുകൃഷ്ണൻ സർ, ഓവർ ടു യു. സർ, നമ്മുടെ നാട്ടിൽ വ്യാപാര സ്ഥാപനങ്ങൾ തമ്മിൽ വലിയ കോമ്പറ്റീഷനാണ്. ഇപ്പോൾ ഹോം ഡെലിവറിയും പാർസൽ സർവീസും ഒക്കെ എല്ലായിടത്തും ഉണ്ട്. സാറിന് അറിയാലോ. ശരിയാണ്. ഇത്ര കോമ്പറ്റീഷൻ ഉണ്ടായിട്ടും സാർ എങ്ങനെയാണ് നമ്പർ 1 ആയിട്ട് ഈ ഫീൽഡിൽ നിലനിൽക്കുന്നത്? യദു, നല്ല സ്വപ്നങ്ങൾ ഉണ്ടാവണം. പിന്നെ അത് നടപ്പാക്കാനുള്ള ഇച്ഛാശക്തി. ചെറിയ ചെറിയ ഒരുപാട് ടെക്നിക്കുകളും ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെ വഴിയെ പറയാം. ചെലവ് കുറച്ച് എങ്ങനെയാണ് ഒരു ഹോട്ടൽ സെറ്റപ്പ് ചെയ്യുക സർ? ഞാൻ ചെയ്തത് പറയാം. എന്റെ അച്ഛൻ നഷ്ടത്തിൽ നടത്തിയിരുന്ന ഒരു ഹോട്ടലായിരുന്നു ഹോട്ടൽ ചന്ദ്രഗിരി. ഞാൻ അതിന്റെ പേര് ചന്ദ്രാസ് ഇന്റർനാഷണൽ എന്നാക്കി. ഒന്നിനു പകരം 2 ഹോട്ടൽ അങ്ങ് തുടങ്ങി. ചന്ദ്രാസ് വെജ് ഇന്റർനാഷണലും ചന്ദ്രാസ് നോൺ വെജ് ഇന്റർനാഷണലും. അപ്പോൾ അതിനൊക്കെ പണം? ഇപ്പൊ പണം ഒരു പ്രശ്നമേ അല്ലാന്നേ. ബാങ്കുകള് ലോൺ തരാനൊക്കെ റെഡിയല്ലേ. എന്നാലും റിസ്ക് എടുക്കാനുള്ള ധൈര്യം വേണമല്ലോ അല്ലേ? അതുണ്ടായാലല്ലേ പിടിച്ചു നിൽക്കാൻ പറ്റൂ. ഞാൻ ആദ്യം ചെയ്തത് 4 ക്ലോക്കുകൾ ഹോട്ടലിന്റെ എൻട്രൻസിൽ തന്നെ തൂക്കുകയാണ്. ഇന്ത്യ, US, UK, UAE എന്നിവിടങ്ങളിലെ ടൈം കാണിക്കുന്ന 4 ക്ലോക്കുകൾ. ഓ, അങ്ങനെ. ഇങ്ങനെയുള്ള ഹോട്ടലുകളിൽ ആളുകൾ വരുന്നത് പെട്ടെന്ന് ഭക്ഷണം കഴിച്ചു പോകാനല്ല, കുറച്ചു നേരം റിലാക്സ് ആയിരുന്ന് ഭക്ഷണമൊക്കെ ആസ്വദിച്ച് കഴിക്കാൻ വരുന്നവരാവും പലരും. അപ്പോ വെയിറ്റർമാര് ഓർഡർ എടുത്താല് പെട്ടെന്ന് സാധനം സെർവ് ചെയ്യണ്ട. ഒരു 20-25 മിനിറ്റ്സ് ഒക്കെ കഴിഞ്ഞേ സെർവ് ചെയ്യാൻ തുടങ്ങും. അപ്പോ പണ്ടത്തെ പോലെയുള്ള ഫുഡ് തന്നെ ആയിരുന്നോ സെർവ് ചെയ്തിരുന്നത്? സെയിം. അച്ഛന്റെ ഹോട്ടലിലെ ഫുഡ് നല്ലതായിരുന്നു. കടം വന്നതോടെയാ അച്ഛന് പിടിച്ചു നിൽക്കാൻ പറ്റാണ്ടായത്. പിന്നെ ഹോട്ടലില് ചെറിയ ശബ്ദത്തിലൊക്കെ പാട്ടും അതുപോലെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സും ഒക്കെ പ്ലേ ചെയ്യാൻ തുടങ്ങി. വലിയ ലൈറ്റുകളൊക്കെ ഒഴിവാക്കി ചെറിയ ലൈറ്റുകൾ ഇട്ടു. പിന്നെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ നല്ലൊരു സ്പേസ് അറേഞ്ച് ചെയ്തു. അപ്പൊ ചുരുക്കത്തിൽ 3-4 ക്ലോക്കുകളും മടിയന്മാരായ വെയിറ്റർമാരും 0 വാട്ട് ലൈറ്റുകളും മാത്രം മതി ലാഭം കൊയ്യാമെന്നാണോ സാറ് പറയുന്നത്? ഏതു ആള് കൊള്ളാലോ. അങ്ങനെ പഴയ ക്ലോക്കുകൾ കൊണ്ടുവച്ചാലൊന്നും ബിസിനസ് കിട്ടൂല. എളുപ്പം എന്നൊരു കാര്യം ബിസിനസ്സിലില്ല. എല്ലാ കാര്യങ്ങളിലും നമ്മുടെ മേൽനോട്ടം ഉണ്ടാവണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ ഈ ഹോട്ടലിൽ തന്നെ 3 റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. നോൺ AC സെക്ഷൻ, അവിടെ റേറ്റ് പകുതിയേ വരൂ. പിന്നെ എക്കണോമി സെക്ഷൻ ഉണ്ട്, അവിടെ നോർമൽ റേറ്റ്. പിന്നെ ലക്ഷറി സെക്ഷൻ, അതും പോരാത്തതിന് ഹോം ഡെലിവറി, ബുഫേ എല്ലാം ഉണ്ട്. ആട്ടെ, എങ്ങനെയാണ് ഈ ഐഡിയ സാറിന് ക്ലിക്ക് ചെയ്തത്? സാമ്പത്തിക മാന്ദ്യം UK ബാധിച്ച കാലത്തെ ഒരു ചെറിയ സംഭവമാണ് എനിക്ക് ഇൻസ്പിറേഷൻ ഉണ്ടാക്കിയത്. ഓ, പറയൂ സർ. അവിടെ ഒരു വലിയ ഹോട്ടൽ ഉടമ ചെലവ് ചുരുക്കാൻ തീരുമാനിച്ചു. അവർ കറണ്ട് ചാർജ് കുറയ്ക്കാൻ ഹോട്ടലിന്റെ നെയിം ബോർഡിന് ചുറ്റുമുള്ള ലൈറ്റുകളിൽ പലതും ഓഫ് ചെയ്തു. അതോടെ തൊട്ടടുത്തുള്ള ഹോട്ടൽ ഉടമ ഈ അവസരം മുതലാക്കാൻ തീരുമാനിച്ചു. ഓ, അങ്ങനെ. അയാൾ തന്റെ ഹോട്ടലിൽ കുറെ ലൈറ്റ്സ് ഒക്കെ ഇടാൻ തുടങ്ങി. ആ വഴി വന്നവര് ലൈറ്റുള്ള ഹോട്ടലിനെ ആശ്രയിക്കാൻ തുടങ്ങി. ചെലവ് ചുരുക്കിയ ഹോട്ടല് 1 മാസം കൊണ്ട് പൂട്ടിപ്പോയി. ഇതാണ് ബിസിനസ്. ഓ, സാർ ആള് കൊള്ളാലോ. പിന്നെ പറഞ്ഞു സമയം വൈകുന്നു. എന്നെ ഈ പരിപാടിയിലേക്ക് ഇൻവൈറ്റ് ചെയ്തതിനും എനിക്ക് 1 lakh എങ്കിലും തരാൻ വിചാരിക്കുന്നതിലും വളരെ സന്തോഷമുണ്ട്. 1 lakh? സാർ, ഇത് ലൈവ് ഷോ ആണ്. സാറിന് 1 ലക്ഷം കൊടുക്കുകയാണെങ്കിൽ ഇന്റർവ്യൂ ചെയ്ത എനിക്ക് അതിന്റെ പകുതിയെങ്കിലും കിട്ടുമെന്ന് ന്യായമായും പ്രതീക്ഷിക്കട്ടെ. ഓ മൈ ഗോഡ്,
എന്റെ ജോലി പോയത് തന്നെ. ഇപ്പൊ എനിക്ക് മനസ്സിലായി സാർ എങ്ങനെയാ ഇത്ര വലിയ ബിസിനസ് മാഗ്നറ്റ് ആയതെന്ന്. സ്റ്റോപ്പ് ക്യാമറ, ലൈറ്റ്സ് ഓഫ്. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറൂഖ്, അരക്കിണർ, പന്തീരങ്കാവ്. കിഞ്ചന വർത്തമാനം. രചന സി കൃഷ്ണകുമാർ. ശബ്ദ സാന്നിധ്യം സി കൃഷ്ണകുമാർ, വിനോദ് കീഴേടത്ത്, ശ്രുതി സോമൻ. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറോക്ക്, അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്. ഫറോക്കിൽ നിന്നും വിശ്വാസ്യതയുടെ നക്ഷത്രത്തിലകവുമായി തുടക്കം കുറിച്ച് പന്തീരാങ്കാവിലും അരക്കിണറിലും ജനഹൃദയങ്ങൾ കീഴടക്കിയ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ്